ഹായ് ഫ്രണ്ട്സ്, ആപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടില്ലേ, ഫാഷൻ ഫ്രൂട്ട് ആണ്. അപ്പോൾ നമ്മൾ ഒത്തിരി സോഡകൾ നമ്മൾ കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെച്ചാൽ കാന്താരി, അതായത് ഫാഷൻ ഫ്രൂട്ട് കാന്താരി സോഡ. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കാന്താരി മുളക് വേണം. കാന്താരി മുളക് എന്ന് വെച്ചാൽ നമ്മളെ എരിവിന് നമുക്ക് എത്രയാണോ, നമുക്ക് ഓരോ ആൾക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള എരിവാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പം അത് കണക്കാക്കി നമുക്ക് ഉപയോഗിക്കാനാണ്. അത് കഴിഞ്ഞ് വേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചി ഒരു ചെറിയ പീസ് മതിയാവും. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഫാഷൻ ഫ്രൂട്ടാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ്. പിന്നെ പച്ചമുളക്, ഇത് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലാസ്സിൽ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ നാരക ഇല എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലൊക്കെ ഇല്ലെങ്കിൽ നാരകം ഉള്ള ചില സ്ഥലങ്ങളിൽ കാണും. അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിതിനൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. അപ്പോൾ നാച്ചുറലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇല തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും സാധനമാണ് നമുക്കിപ്പോൾ വേണ്ടത്. പിന്നെ വേണ്ടത് സോഡ, നമുക്കൊരു സോഡ വേണ്ടി വരും. അപ്പോൾ ശരി, നമുക്ക് എങ്ങനെയാണ് ഇനി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മളിപ്പം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ, അതായത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന പിന്നെ ഇതിനെ നമുക്ക് ഒരു ബൗളിൻ്റെ അകത്ത് ആക്കിയെടുക്കാം. നമുക്ക് ഇഞ്ചി, അതായത് നമ്മളെടുത്തിരിക്കുന്ന ഇഞ്ചി ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അടിക്കാൻ വേണ്ടി, അതായത് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാവും. ഇനി വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരുന്ന കാന്താരി മുളക്. അപ്പോൾ അതിൻ്റെ ഞെട്ട് എടുത്തിട്ട് ഇടാം. നമുക്ക് എരിവ് ആവശ്യത്തിനാണ് ഉപയോഗിക്കാൻ. ഇപ്പം ഓരോ ആൾക്കാർക്ക് അതിൻ്റെ കുറച്ച് എരിവ് മതിയെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്ലേവറിന് വേണ്ടി ഇടുന്നത്, അതായത് നാരകത്തിൻ്റെ ഇല നമ്മളിതിലേക്ക് ഇടയാണ്. കുറച്ച് ശകലം അത് മുറിച്ചിടാം, അല്ലെങ്കിൽ ഇത് അരഞ്ഞു വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, കുറച്ച് വെള്ളം, കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഓക്കെ, നമ്മളൊരു കാര്യം വിട്ടുപോയി. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഉപ്പ് വേണം. അതായത് നമ്മളിപ്പം ഇതിലാണ് മെയിനായിട്ട് ഉപ്പ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പ് നമുക്കിടാം. ഓക്കെ, നമ്മൾ പിന്നീട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് കണക്കാക്കി ഇതിൽ അധികമായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, നമുക്ക് അടിച്ചെടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ നോക്കാം നമ്മൾ അരഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇളക്കിയെടുക്കാം. നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇഞ്ചിയും മുളകും പിന്നെ അതേപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയും പിന്നെ കാന്താരി മുളക് കൂടിയൊക്കെ ഒരു പ്രത്യേക മണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി, നമുക്കിത് പിന്നെ എങ്ങനെയാണ് ഇനി നോക്കാം ഫ്രണ്ട്സ്. അപ്പം നമ്മൾ അരച്ച്, അതായത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. മുളകും നാരങ്ങയുടെ ഇലയും പിന്നെ ഇഞ്ചിയൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിൻ്റെ 3 ഗ്ലാസ് നമുക്ക് വേണം. അതൊക്കെ നമ്മൾ ഗ്ലാസ് വെക്കുക. ഓക്കെ, നമ്മൾ എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മുളക് നമുക്കത് കീറി അതെവിടെ ഇങ്ങനെ വയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം.
വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ട് ആദ്യം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി മുളകായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചാൽ കാണാനൊരു ലുക്കിന് വേണ്ടിയാണ്. ഓക്കെ, നമുക്ക് സോഡ പൊട്ടിച്ചെടുക്കാം. നമുക്ക് ചെറിയ സ്പൂൺ കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. പാഷൻ ഫ്രൂട്ട് കാന്താരി സോഡ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുടിച്ചു വെക്കാം. ഓക്കെ, അടിപൊളിയാണ്, കിടിലമാണ്, നല്ല ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവും. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ എരിവ് നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന നാരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ്, നാരകത്തിൻ്റെ ഇല ഇടുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എരിവ് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുക. എങ്ങനെയാണ് നിങ്ങളെ കണക്കിന് എരിവിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ ശരി, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും പിന്നെ ഈ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഉണ്ടായ പോലെ മുന്നോട്ടുണ്ടാവണം. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ഇനിയും നമ്മൾ കാണും. ഓക്കെ, ബൈ.